ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് അറബിക് കാലിഗ്രാഫി റെസിൻ ആർട്ടാണ്. അപ്പോൾ എല്ലാവരും നിന്ന് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 24 ഇഞ്ചിൻ്റെ മൾട്ടിവുഡാണ് എടുത്തേക്കുന്നത്. റെസിൻ 3:1 റേഷ്യോയിൽ മിക്സ് ചെയ്ത് ബബിൾ ഫ്രീ ആകാൻ വെച്ചു. അത് കഴിഞ്ഞ് ഞാനിവിടെ പിഗ്മെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓക്സ്ഫോർഡ് ബ്ലൂ പിഗ്മെൻറ്റാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം മൾട്ടിവുഡിലോട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് കൈ വെച്ചോ സിലിക്കൺ ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റിക്ക് വെച്ചിട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ എനിക്ക് പറ്റിയൊരു അബദ്ധത്തെക്കുറിച്ച് പറയാം. അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാനും ഒരു ബിഗിനറാണ്. സോ എനിക്ക് ഉണ്ടായൊരു മിസ്റ്റേക്കാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ പറയാം. അങ്ങനെ ഞാനിവിടെ എനിക്ക് ഫസ്റ്റ് കോട്ടിന് വേണ്ടുന്ന റെസിനും ഹാർഡ്നറും ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഞാൻ വിചാരിച്ചു ഓരോ കളറായിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് കളർ കൊടുത്തു. സെക്കൻഡ് കൊടുക്കാൻ നേരം ആ സ്റ്റിക്ക് പതിയെ അതിൽ ഫിക്സ് ആവാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ, നോക്കുമ്പോൾ ആ ഒരു ടിൻ തന്നെ ഉരുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ പോർട്ട് ലൈഫ് കഴിഞ്ഞു, സംഭവം സെറ്റായി, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എൻ്റെ 300 ഗ്രാം റെസിൻ വെറുതെ പോയി. സോ ഈ ഒരു അബദ്ധം ആരും ചെയ്യാതിരിക്കുക, എന്നെ പോലെ. സോ ആ ഒരു ടെൻഷനിൽ എനിക്ക് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതായിരുന്നു ഫസ്റ്റ് കോട്ടിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നെക്സ്റ്റ് ഡേ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒരു ബോർഡർ ഡിസൈൻ കൊടുക്കുകയാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ആൻഡ് ഈ ഗ്ലൂ ഗണിൻ്റെ മേലിൽ നമുക്ക് ഡെക്കോ മാർക്കർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ അഫ്ലൂട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഗോൾഡൻ ലീഫ് യൂസ് ചെയ്യാം. എനിക്ക് ലീഫ് അപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ്. കാര്യം ഞാൻ വാങ്ങിച്ച ഡെക്കോ മാർക്കർ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ലായിരുന്നു. സോ ലീഫ് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഗോൾഡൻ കളർ കൊടുത്തേക്കുന്നത്. ലീഫ് അപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്നുമില്ല, ഗ്ലൂ അപ്ലൈ ചെയ്യുക, ലീഫ് വെക്കുക, ബ്രഷ് വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റോൺ വെച്ചുള്ള പരിപാടിയാണ്. സോ സ്റ്റോൺ എടുക്കുക. ഞാനിവിടെ ഗ്ലാസ് സ്റ്റോണാണ് എടുത്തേക്കുന്നത്. അത് കുറച്ച് റെസിനുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു ഗോൾഡൻ ലീഫൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബോർഡിൽ എവിടെയാണോ വേണ്ടുന്നത് അവിടേക്ക് വെച്ച് കൊടുക്കുക. ഞാനിവിടെ 2 കോർണറിലും പിന്നെ സെൻറ്ററിൽ ലൈൻസ് പോലെയും വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് കളർ ചെയ്താണ് വെച്ചേക്കുന്നത്. അത് നമ്മുടെ പിഗ്മെൻറ്റ് യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. കളേർഡ് സ്റ്റോൺസ് വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ ഞാനിവിടെ നോർമൽ ഗ്ലാസ് സ്റ്റോണുമാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ റെസിൻ അപ്ലൈ ചെയ്തതിന് ശേഷം ബബിൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ബബിൾ റിമൂവിങ് സ്പ്രേ ഉണ്ട്, അതല്ലെങ്കിൽ ബ്ലോക്ക് ടോർച്ച് ഉണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ബബിൾ റിമൂവിങ് സ്പ്രേ ആണ്. അങ്ങനെ നമുക്ക് വേണ്ടുന്ന പോർഷൻസിൽ മാത്രം സ്റ്റോൺസ് ഒക്കെ വെച്ച് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ വർക്കിൻ്റെ എലഗൻസ് കൂട്ടാനായിട്ട് സഹായിക്കും. ഇതെല്ലാം ഓപ്ഷനിലാണ്, ഓരോരുത്തർക്കും ഓരോരോ ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതാണ് ഗോൾഡൻ അക്രിലിക് കട്ട്. അത് വെച്ചതിന് ശേഷം അതിന് മേലിലൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇത് നമുക്ക് വേണ്ടുന്ന സൈസിലും കളറിലും ഒക്കെ, കളറിന് ഞാൻ ഉദ്ദേശിച്ചത് സിൽവറിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഗോൾഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിക്കാൻ പറ്റും. ഇത് ലേസർ കട്ടിങ് ചെയ്യുന്നിടത്താണ് ചെയ്യുന്നത്. ആൻഡ് റെസിൻ മിക്സ് ചെയ്യുന്ന മെഷർമെൻറ്റ്സ് അറിയില്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഗൂഗിളിൽ പോയി റെസിൻ കാൽക്കുലേറ്റേഴ്സിന് അടിച്ചു കൊടുത്താൽ മതി. ഇഷ്ടംപോലെ സൈറ്റ്സ് വരും. അത് ഏതെങ്കിലും ഒന്ന് എടുക്കുക. നമ്മൾ എടുക്കുന്ന ബോർഡിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കുക, അതായത് ഇഞ്ചിലോ സെൻറ്റിമീറ്ററിലോ കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന റെസിൻ്റെ റേഷ്യോ 2:1 3:1 ഏതാണോ റേഷ്യോ അത് കൊടുക്കുക. ആൻഡ് സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ വേണ്ടുന്ന റെസിൻ്റെ ഹാർഡ്നറിൻ്റെ മെഷർമെൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. അത് വെച്ച് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് കുറച്ച് പ്രിക്കോഷൻസ് എല്ലാവരും എടുക്കുക. മാസ്ക് യൂസ് ചെയ്യുക, ഗ്ലൗസ് യൂസ് ചെയ്യുക, ഏപ്രിൻസ് യൂസ് ചെയ്യുക.
അപ്പം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ?